ഹലോ ഗൈസ്. അപ്പോ വീണ്ടും നമ്മളുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ വീണ്ടും ഒരു ഗിവ് അവേ ആയിട്ടാണ് വന്നത്. നമ്മള് ഗിവ് അവേന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് വന്നത്. നമ്മള് കുനാഫ ചോക്ലേറ്റിന്റെ ഗിവ് അവേന്റെ റിസൾട്ട് ആട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിരുന്നു കാണണം. നമ്മളുടെ ഗിവ് അവേന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഗിവ് അവേ ആണ് ഇതിന്റെ. ഇത് ലോങ് വീഡിയോ ഫുൾ ആയിരുന്നു കാണണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ പറഞ്ഞതെല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ റിസൾട്ട് വരുന്നതിന്റെ ആകാംക്ഷയോടെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ആരാണ് വിന്നർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണുന്നുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യണം, ഇല്ലാത്തവര് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ പറഞ്ഞ എല്ലാം ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളുടെ കുനാഫ ചോക്ലേറ്റ് ഇപ്പൊ നാട്ടിലും എല്ലാവിടെയും കിട്ടുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കുനാഫ ചോക്ലേറ്റ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം മേടിച്ചൊരു കുനാഫ ചോക്ലേറ്റ്, അതും ഒരു 4 ദിറംസിന്റെ. അത് ഓൾമോസ്റ്റ് ഒരു 100 രൂപന്റെ ഒരു ചെറിയ ക്യൂബ് മാത്രമേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് റീസെന്റ് ആണ് ഞാൻ ഒരു കുനാഫ ചോക്ലേറ്റിന്റെ ഒരു ബാർ തന്നെ മേടിച്ച് കഴിച്ചത്. ആ സമയത്താണ് നമ്മൾ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാ. അപ്പൊ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു ആർക്കെങ്കിലും ഗിവ് അവേ വേണം. അപ്പൊ എല്ലാവരും പറഞ്ഞു, എന്നെ കളിയാക്കി, നിങ്ങൾക്ക് ഈ കുനാഫ ചോക്ലേറ്റ് ആണോ ഗിവ് അവേ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരുപാട് പേർക്ക് ഒരാൾക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ആ കിട്ടുന്ന ആളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഗിവ് അവേന്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞതിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് പിക്കറിന് സെലക്ട് ചെയ്യേണ്ട, ഇതുപോലെ നമ്മള് എന്താ പറയാ കമന്റ്സ് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, ചേച്ചി എല്ലാം വായിക്കണം. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഡിഫറെന്റ് ടെക്നിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആരും കാണാത്ത പ്രത്യേക തരം ടെക്നിക്ക് കാണിച്ചു തരാം. ടൊണ്ടടായ്. ഇതാണ് നമ്മുടെ കൊട്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡിഫറെന്റ്. നമ്മൾ കള്ളനും പോലീസും കളിക്കുന്ന പോലെ ഇതുപോലെ പേപ്പറിലൊക്കെ എഴുതി കുറച്ച് നമ്മുടെ ടോപ്പ് ആയിട്ട് കുറെ പേര് നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേരിലുള്ള ലിസ്റ്റ് ആട്ടാ. ആരാണ് ഈ ഭാഗ്യശാലി എന്ന് ലാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ടോപ്പ് ആയിട്ട് നമ്മൾ എന്താ പറയാ കുറെ പേര് കമന്റ് ചെയ്യുന്നു, അതിൽ നിന്ന് കുറച്ച് പേര് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ ഒരാളെ ആട്ടോ നമ്മൾ ഗിവ് അവേന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരുടെ പേര് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കളൻ ബോൾസ് കളിക്കുന്ന പോലെ ഇങ്ങനെ കുലുക്കിയെടുത്ത് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് ഇതിലും വലിയ ടെക്നിക്ക് ആയിട്ടായിരിക്കും ഞാൻ വരിക. നമ്മൾ ഇങ്കി പിങ്കി പോങ്കി അതുപോലെ വല്ല ടെക്നിക്ക് പരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ഇന്ന് ഇതിലായിരിക്കാം കണ്ടുപിടിക്കാം. ഓക്കെ. ഈ കമന്റ് ചെയ്താൽ ആരിനും എനിക്ക് ഡയറക്ട്ലി എന്താ പറയാ നേരിട്ട് പരിചയം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കൂടുതലായിട്ട് എന്റെ കമന്റ് ചെയ്യുന്ന എല്ലാം കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അവർക്കായിട്ടുള്ള ഗിവ് അവേ വരുന്നുണ്ട്. അതിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാനുള്ളത് എന്തെങ്കിലും, പിന്നെ കുട്ടികൾക്ക് സ്കെച്ച് പെൻസിൽ, അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഗിവ് അവേ അതായിട്ട് വരാം. നമുക്കിനി ഒരു ലബോവിന്റെ വിന്നറിനെ കൂടെ അനൗൺസ് ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കിഡ്സിന് നിങ്ങൾ പറയാട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ചെറിയ ചെറിയ ഗിവ് അവേ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആദ്യം ഗിവ് അവേ കൊടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ. കാരണം ഓരോരോ ഗിഫ്റ്റ് ഓരോ ആൾക്കാർക്ക് കിട്ടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണെങ്കിലും അത് സന്തോഷം കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ഗിവ് അവേ ആയിട്ട് വീണ്ടും വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്താലോ. ഭയങ്കര പാടുള്ള പണിയാട്ടോ. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എടുക്കുന്നതായിരിക്കും. നമ്മളുടെ വിന്നർ ആരാന്ന് കണ്ടുപിടിക്കാം. വിന്നറിനെ കാണിച്ചു തരാം കേട്ടോ. വിന്നറിന്റെ പേര് ജയ രാജേഷ്. അപ്പൊ അവര് ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതും ചിലപ്പോൾ വല്ല കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ. കാരണം പാരന്റ്സിന്റെ ഫോണിൽ നിന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ചേച്ചി ഞാൻ അങ്ങനെ കുറെ ചെറിയ ചെറിയ ചെയ്യുന്നുണ്ട്. മേ ബി ഇതും എന്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ജയ രാജേഷിനാണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ കുനാഫ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് വൈകാതെ എന്നെ കോൺടാക്ട് ചെയ്യണേ, ഞാൻ ഇവർക്ക് അയച്ചിടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് ഞാൻ യുഎയിലാണ്. അപ്പൊ കുറച്ച് ടൈം എടുക്കും, പക്ഷെ ഞാൻ എന്തായാലും അയച്ചു തരും കേട്ടോ. പറ്റിക്കൊന്നുമില്ല കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആരും വിഷമിക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരെ പഴയ പോലെ ഒന്നല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിഷമം വരും. പിന്നെന്താ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന പിള്ളേർ, അയ്യോ എനിക്കിത് കിട്ടിയില്ല, അങ്ങനെ ആ ഒരു വിഷമമൊന്നും വേണ്ട. നമുക്ക് ഇനി അടുത്ത ചാൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ചെറിയ ചെറിയ ഗീവ് അവേ ഇനി തരുന്നതായിരിക്കും കേട്ടോ. അത് പറഞ്ഞിട്ട് ആരും നമ്മളെ ഇനി ഫോളോ ചെയ്യേണ്ട, സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത ഗീവ് അവേ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.